അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പരിപ്പ് വേവിക്കാനായിട്ട് വെക്കണം. ഞാനിവിടെ മൂങ് ദാലായിട്ട് എടുക്കുന്നത്. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് മൂങ് ദാലായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും, അങ്ങ് ഉടഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ട് ഒരു കടായിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ജീരകവും കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഞാനിവിടെ നീളത്തിലരിഞ്ഞ സവോളയാണ് കേട്ടോ. ഇത് ശരിക്കും ഒരു 2 മീഡിയം സൈസ് സവാളയേ ഉള്ളൂ, നീളത്തിലാണ് അരിഞ്ഞത് ചെറുതായിട്ട്. എന്നിട്ട് അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ ടൊമാറ്റോ ആണ്. അതും ഒരെണ്ണം മാത്രമാണ്, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ആണ് കേട്ടോ. പക്ഷേ നല്ല പഴുത്ത തക്കാളി എടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് അടച്ച് വെച്ചിട്ട് തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് ഞാൻ മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഗരം മസാലയാണ്. ഇതെന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ ഈ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പുണ്ടല്ലോ മൂങ് ദാൽ, അതും കൂടെ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളമാണ് ചേർക്കുന്നത് ബെസ്റ്റ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. പക്ഷേ വെള്ളം ചേർക്കുമ്പോഴത്തേക്കും ഒരല്പം കൂടുതൽ എടുക്കണം കേട്ടോ. കാരണം ഇത് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്കും ഇതൊന്ന് കുറുകും. പിന്നെ നമുക്ക് കഴിക്കേണ്ട പാകമാകുമ്പോഴത്തേക്കും കുറേ കൂടെ ഒന്ന് കുറുകും. അപ്പോൾ ഒരല്പം വെള്ളം കൂടുതൽ എടുക്കണം. എന്നിട്ട് ലാസ്റ്റ് നല്ലൊരു തിള വന്നതിന് ശേഷം ഇതിലേക്ക് ഗരം മസാലയും കുറച്ച് ജീരകത്തിൻ്റെ പൊടി ഒഴിച്ചിട്ട് ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു കടായി, ഒരു തടുക്കാ പാൻ എടുക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് മസ്റ്റാണ് കേട്ടോ. ഇത് ചേർക്കുമ്പോഴാണ് ആ ദാൽ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് വരിക, നല്ലൊരു ഫ്ലേവറും വരിക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയുക കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.